ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ രാവിലെ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ചേട്ടൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടി എടുത്തുനിന്ന് വീട്ടിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഷടയെന്ന് കൊണ്ട് വരണം. അപ്പം രാവിലെ നമ്മൾ താഴെ അമ്മമ്മ എടുത്താക്കിയിട്ട് ഇപ്പം പോയിട്ട് ദേ പോയി ഇതാ വന്നു. നോക്കൂ ഇത് മുടി വെട്ടണം. വന്നിട്ട് വേണം മുടി വെട്ടാൻ. തോനെ പരിപാടി ഉണ്ട് ഞായറാഴ്ച ആയിട്ട്. പിന്നെ മീൻ വാങ്ങണം. നമ്മളിന്ന് മീൻ വാങ്ങുന്ന പരിപാടിയും കൂടി ഈ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും. വീഡിയോ ഇടുന്നില്ല പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ച്. ബാക്കിൽ എന്താ ചെയ്യുന്നത്? എന്തോ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗായ്സ്. ചെന്നൈയിൽ നിന്ന് വന്ന എൻ്റെ 10 മണികൾ പൂത്തു നിൽക്കുന്നത് കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ 10 മണിക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 10 മണി പൂക്കുന്നത് ഞാൻ കാണാറില്ലായിരുന്നു. ഇതാണ് ഞാൻ കണ്ടത്. ഇത് തണലത്തോട്ട് വെച്ചതുകൊണ്ട് നീ ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം എൻ്റെ കരിഞ്ഞു പോയി കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ. കണ്ടോ എൻ്റെ ചെടികളെല്ലാം വെയിലത്തിരുന്ന് വാടിയിരിക്കുന്നു. 10 മണിക്ക് മാമി കുറേ ചെന്നൈയിൽ നിന്ന് കൊടുത്തു വിട്ടു. പക്ഷെ എല്ലാം ഒരുവിധമായി പോയി. മറ്റേ തണലത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ. കരിഞ്ഞു പോയി. പക്ഷെ ഇതിനൊക്കെ വെയിൽ വേണം. പക്ഷേ ഇത് ഓവർ വെയിലാണ്. കുറേ നേരത്തേക്കൂടെ വെയിൽ കാണും. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ബൈക്ക് അന്ന് പോയപ്പോൾ കൊണ്ടുവച്ചാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റാർട്ടാവണില്ല. അങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയി. അങ്ങനെ നമ്മൾ താഴെ അമ്മാമരെ വീട്ടിൽ കൊണ്ട് ഗ്യാനൂസിനാക്കിയിട്ട് നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അവനെ കൊണ്ട് പോകുന്നില്ല, ബൈക്കിലായതുകൊണ്ട്. അപ്പോൾ അതാ വണ്ടി റെഡിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ കൂടെ ആയിട്ടാണ് എന്നോട് കൊണ്ടുപോയത്. വണ്ടി ഞാനെടുത്തു, ചേട്ടൻ ബൈക്കിൽ പോയി. നമ്മൾ കൊണ്ടിട്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി വണ്ടിയൊക്കെ എടുത്തിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ധ്യാനൂസിൻ്റെ കുളി കഴിഞ്ഞ് വയ്ക്കണം. ചോറല്ല, നമ്മൾ പിന്നെ പോയിട്ട് വന്നിട്ട് 2 ബിരിയാണി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഒന്നും വയ്ക്കണ്ട. നമ്മൾ 2 കുളി കഴിഞ്ഞ് ഒരാൾ ലീവനെ കുളിപ്പിക്കുന്നു. ലിയോ കുളിക്കണ? എന്താ വെള്ളം ഒഴിച്ചാൽ ഇല്ല ലിയോ, ശരിയുള്ളു. ആട്ടിൻകുട്ടിയെ കണക്കിരിക്കും വെള്ളം ഒഴിച്ചു. പൂടേരെ പച്ചപ്പേ ഉള്ളൂ, പൂടേരെ പച്ചപ്പ്. നമ്മൾ ധ്യാനൂസ് ബിരിയാണി തിന്നുകൊണ്ടിരിക്കുകയാണ്. തോനെ വേണ്ടാ, ക്വാണ്ടിറ്റി തോനെ കാണും. നമുക്ക് 2 പേർക്ക് തന്നെ തിന്നു തീർക്കാൻ പറ്റത്തില്ല. മട്ടപ്പ വരെ നല്ല ഫ്രൈ. ചിക്കൻ പീസൊക്കെ കാണിച്ചു കൊടുത്തു. ചിക്കൻ പീസ് തിന്നട്ടെ. അതാ സിനിമയാ, ഇംഗ്ലീഷ് സിനിമയെ കാണും എൻ്റെ കൊച്ച്. ലിയോൻ്റെ കുളിസീൻ കാണാം നമുക്ക്. കുളിപ്പീര് പറഞ്ഞ് കുളിപ്പിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തൊലി വിരിച്ച് കുളിപ്പിച്ചോളും. കാരണം അവൻ്റെ കാലൊക്കെ എടുത്ത് പൊക്കി വെച്ച്. അയ്യോ, അത് അത്ര മതി. എല്ലാം എടുത്ത് പിരിക്കി ഒഴിച്ച് കുളിപ്പിച്ച് തീർക്കും ഒരു ദിവസമുണ്ട്. അഴിച്ച് നല്ല വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു. കിടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല മഴയും ഇടിയും വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തൂക്കാനും കത്തിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് ചെയ്യാം. കുറച്ച് തൂത്തട വെച്ചേക്കുന്ന കത്തിക്കാറുണ്ട്. അപ്പം കത്തിക്കാൻ ഇറങ്ങാം. നല്ല ഇടി മഴ കോളുമൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം നോക്കാം. ഞങ്ങൾ മാറ്റി ഗൈസ് ഒന്നിവിടെ ആക്കി. കാരണം അതേ നല്ല വെയിലായ കാരണം ഒന്നിനവിടെ ആക്കി. ഇതിനെല്ലാം ഇങ്ങോട്ട് പറക്കി വെച്ച്. കണ്ടോ, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലത്ത് നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചു. ആ പടയാഴ്ച ചെടിയെ വാങ്ങി വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ വെയിൽ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ റംബൂട്ടാൻ കാണിച്ചു. പക്ഷെ റംബൂട്ടാൻ എത്ര കുറേ പിടിച്ചിട്ട് അത്രയും കൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നല്ല പരിപാടി നിൽക്കുകയാണ് ഇപ്പം. ഇനി ഇതിനെ ഒന്ന് വെട്ടി നിർത്തി വളമൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് പിച്ച. അപ്പോൾ നമ്മൾ പിച്ചി കണ്ടോ, കിട്ടി. നമ്മൾ നല്ലത് കിട്ടി. പക്ഷെ ഫുള്ള് വീണ് പോയി കേട്ടോ. കുളിപ്പിച്ചിട്ട് മേളിലാക്കി ഇങ്ങനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ലിയോ എന്താ റംബൂട്ടാൻ കണ്ടോ, വലിയ കായാണ്. എന്ത് ഇത് നമ്മളവിടെ ഉണങ്ങാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കുളിച്ചിട്ട്. ചാടിക്കോ. ഇത് കണ്ട റംബൂട്ടാൻ കണ്ട? വേണോ?
വേണോടാ റംബൂട്ടാൻ വേണോ? കരയണം. നമ്മുടെ സപ്പോട്ട മരം, സപ്പോട്ട. ഇതെന്തടാ? അബിയുവാ? ശേ, അബിയു. അത് പൂത്ത് കേട്ടോ. ഇവിടെ കാ നിക്കണെന്നൊക്കെ പറയുന്ന കേട്ടോ. ഇവിടെ എവിടെയാടാ കായാ? 2 വർഷം ആയതേ ഉള്ളു കേട്ടാ. കായെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇതാ, അത് കൊഴിഞ്ഞു പോകും കേട്ടാ. അതുകൊണ്ട് ഒരു കാ നിൽക്കുന്ന കേട്ടാ. അബിയുടെ കാ. അയ്യോ, കാണാൻ അബിയു തന്നെയാണ് അതിന്റെ പേര്. ഇത് ധ്യാനം നട്ട അബിയു ആണ്. ഓർമ്മയുണ്ട? ഏതോ ഒരു ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനത്തിനൊന്ന് നട്ട. 2ാം ക്ലാസ്സിൽ നട്ടതാണ്. 2, 3 ഇപ്പം 2 വർഷമായി. 2 വർഷമായി ഇപ്പൊ കറക്റ്റ്. ഇതുമായിട്ടുണ്ട് 2 വർഷം. ഞാൻ അപ്പുറത്ത് മൂട്ടിപ്പഴമാണ്. അത് കഴിക്കുമെന്ന് അറിയാൻ വയ്യ. അതിൻ്റെ അപ്പുറത്ത് റംബൂട്ടാൻ. ഞാൻ തൂക്കട്ടെ. എനിക്ക് ഇതാണ്ട് ഇവിടെയൊക്കെ ചവറല കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇതൊക്കെ തൂക്കാണ്ട് ഞായറാഴ്ച ആയിട്ട്. പിന്നെ അവൻ അവിടെ നിന്നുകൊണ്ട് മൂളുന്നു. എന്താടാ? നമ്മൾ താഴെ നിൽക്കുന്നതുകൊണ്ട് അവന് ഒരു വിമ്മിഷ്ടം. എന്നാ ധ്യാനോ? അപ്പോൾ ഞാൻ പോകുന്നു ഗൈസ്. ഞാൻ തൂക്കട്ടെ. ജിയോ അവിടെ കിടന്ന് ഭയങ്കര വിളി. അവനിങ്ങനെ താഴെ ആക്കാൻ വേണ്ടി അവൻ പോയേക്കാണ്. ഇറങ്ങി വരും. ഇവിടെ ഒരാൾ കിടന്നു ഹാളില്. വരട്ടെ ധ്യാനോ. കിടക്കണ കണ്ടില്ലടാ. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് ചായയുമായിട്ട് ഞാൻ എൻ്റെ സ്പോട്ടിലെത്തി. സിറ്റ് ഔട്ടാണ് എൻ്റെ ചായ സ്ഥലം. മീൻ വെച്ച് കേട്ടോ. മീൻ വെച്ചിട്ടിടയ്ക്ക് മീൻ അടുപ്പിരിക്കാനും വെച്ചില്ല. മഴ ഇവിടെ നല്ല മഴ തോന്നും. എന്നാലും ഉണ്ട്. ഉണ്ടോ വെള്ളം വീണോണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. കത്തിക്കാനുള്ളത് കത്തിക്കാൻ പറ്റി. കത്തിച്ചു. ഇനി ഞാനൊരു അക്യൂറത്തിൽ പോയി ഒരു ഫൈറ്ററെ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഭയങ്കര ഉറക്കം. അങ്ങനെ ഇരിക്കുകയാണ് ധ്യാനം. പക്ഷേ അപ്പോൾ നമ്മൾ ഒന്ന് വർക്കല വരെ പോവാണ്. വർക്കല എവിടെയാണ് ധ്യാനം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം? കേരള അക്വേറിയം. അക്വേറിയം. ഞാനൊരു ഇന്ന് ട്യൂഷനും ഇല്ല, എന്താണ് ഡ്രോയിങ്ങും ഒന്നുമില്ല. എൻ്റെ അബദ്ധവശം ഞാൻ പറഞ്ഞു പോയി. നമുക്ക് ഒരു ഫൈറ്ററെ എല്ലാം ചത്തുപോയില്ലേ, ഒന്നിനെ വാങ്ങിയിടാമെന്ന്. അപ്പോൾ അവൻ ഇന്ന് തന്നെ പോകണം. പിന്നെ വലിയ ഛേദമില്ലാത്ത ഉപകാരമല്ലേ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണം കുട്ടികളുടെ. അപ്പോൾ നമ്മൾ ശിവഗിരി എവിടെയാണ് പോയത് കണ്ടോ? ശിവഗിരിയൊക്കെ വിജനമായി കിടക്കുന്നത്. ഡിസംബറൊക്കെ ആകുമ്പോൾ ഫുൾ ഓണാവും. പക്ഷെ നല്ല പുരോഗമനമുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഓഡിറ്റോറിയം തന്നെ നല്ലല്ലോ ലെങ്തായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിനിൻ്റെ നമ്മുടെ വർക്കല സ്റ്റേഷൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ അക്വേറിയം. കേരള അക്വേറിയം എന്നാണ് എൻ്റെ പേര്. ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടി നടത്തുന്ന അക്വേറിയം ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കും വർക്കലയുള്ളവർക്ക് എല്ലാവരും. ഇവിടെ വന്നാണ് മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വീടാണ് കേട്ടോ. വീട് തൊട്ട് മേലാണ് ചെയ്തിരിക്കുന്ന അക്വേറിയം. അപ്പം നമ്മളിവിടെ സ്ഥിരം ആൾക്കാരാണ്. അപ്പോൾ ഫുള്ള് മീനും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റർ അടുത്ത ആഴ്ചത്തേക്ക് പുതിയ സ്റ്റോക്ക് വരുള്ളൂ. ഇപ്പോൾ ഉള്ളതെന്ന് തൽക്കാലത്തേക്ക് ജാനൂസിൽ സമാധാനത്തിന് വേണ്ടി വാങ്ങിച്ചു. അവൻ ഹാപ്പിയായി. അവൻ ഈ മീനിടത്തും ഒറ്റയ്ക്ക് സംസാരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ തറവാട്ടിൽ കുറേ നാളായി കയറിയിട്ട് അങ്ങനെ നേരെ നമ്മൾ നെയ്റോസ്റ്റ് തിന്നാനൊക്കെ ആയിട്ട് ബട്ടൂര തിന്നാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ ബട്ടൂര പറഞ്ഞു. ധ്യാനൂസ് നെയ്റോസ്റ്റാണ് പറഞ്ഞത്. നെയ്റോസ്റ്റ് വരുന്നത് കണ്ട. ഇവൻ ഇങ്ങനെ വരാൻ ഇഷ്ടമായി. പക്ഷെ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല അവിടെ. പക്ഷെ ഇന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഭയങ്കര ഹാപ്പിയായി. ചെറിയ വീടാണ് കേട്ടോ. സൈക്കോ ധ്യാനു. നോക്കട്ടെ മീനെ കാണിച്ചു താങ്ങും. അപ്പോൾ നമ്മുടെ മീൻ കുട്ടപ്പനെ എന്താ ഫിഷ് ടാങ്കിനകത്തൊക്കെ ആക്കി ധ്യാനു ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അവരിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഇട്ട് കൊടുക്കാനും. മീനിനായിട്ടൊക്കെ അച്ഛനെ പോലെ അച്ഛനും മോനും ഈ മീനിൻ്റെ കഥ ഭയങ്കര. പക്ഷെ ഉള്ളതിലൊരു നല്ല ഇത് നോക്കിക്കാണ്. ഫൈറ്ററൊക്കെ 1 വർഷം വരെയല്ലേ ആയുസുള്ളൂ. ചെറുതിനെ നോക്കിയെടുത്തു. നല്ല ചിറകുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് പോകും. അപ്പം ഇതിനെങ്ങനെ അറിയത്തില്ല. ഞങ്ങൾ വാങ്ങി. ഇതാണ് നമ്മുടെ ഫൈറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.